ഇടുക്കിയിൽ ഏലം കർഷകർ നേരിടുന്നത് ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത പ്രതിസന്ധി. വേനലിലുണ്ടായ കനത്ത കൃഷിനാശവും തുടർന്നുണ്ടായ കാലവർഷത്തിലെ പ്രതിസന്ധിയും വിലത്തകർച്ചയും വന്യമൃഗശല്യവുമെല്ലാം കൃഷിയെ പിന്നോട്ടടിക്കുകയാണ്. മിക്ക കർഷകരും കൃഷി ഉപേക്ഷിച്ച് മറ്റ് മേഖലകളിലേക്ക് കടക്കാനുള്ള ഒരുക്കത്തിലാണ്. 2018 പ്രളയത്തിന് ശേഷം ഇടുക്കിയിലെ ഏലം കൃഷി 50% നശിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിൽ നിന്ന് കർഷകർ കരകയറി വരുന്നതിനിടെയാണ് കഴിഞ്ഞ വേനൽ കർഷകരെ തളർത്തിയത്. 60% കൃഷി കരിഞ്ഞുണങ്ങി നശിച്ചു. ശേഷമെത്തിയ കാലവർഷത്തിലും വ്യാപക കൃഷിനാശമുണ്ടായി. കീടങ്ങളുടെയും വന്യമൃഗങ്ങളുടെയും രൂപത്തിലും ഏലം കാർഷിക മേഖല കഴിഞ്ഞ കാലത്തിൽ വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. ഇത്തവണത്തെ ഓണത്തിന് പച്ചക്കായ പറിച്ചാണ് പല കർഷകരും വിൽപ്പന നടത്തിയത്. വലിയ കൃഷിനാശവും കീടനാശിനി വളം എന്നിവയുടെ വിലവർധനവുമൊക്കെ കർഷകരെ ഏലം കൃഷിയിൽ നിന്നും പിന്നോട്ടടിക്കുന്നുണ്ട്. വിലയില്ലാത്തൊരവസ്ഥ, അതുപോലെ തന്നെ ഉൽപാദനം വളരെ മുൻവർഷങ്ങളെക്കാട്ടിലെല്ലാം ഉൽപാദനം കുറഞ്ഞു. പൂ പിടിക്കുന്നില്ല. പൂ പിടിക്കുന്ന പൂ തന്നെ പൂ ആണെങ്കിൽ ഒച്ച് തിന്നുകയാണ്. അങ്ങനെ ഈ ഒച്ചിനെയും പിന്നെ അതുപോലെ തന്നെ കാട്ടുമൃഗങ്ങളെയൊക്കെ തുരത്താനും അതിനുവേണ്ടി സമയം ഒരു രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഇതിൻ്റെ പുറകെ നടക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. എല്ലാം കൊണ്ടും കൃഷിക്കാരന് ഈ ഏലക്കൃഷിയുമായിട്ട് മുന്നോട്ട് പോകാൻ വയ്യാത്തൊരവസ്ഥയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. വലിയ പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടത്തിലും കർഷകർക്കായി ചെറുവിരൽ അനക്കാൻ ഗവൺമെന്റോ സ്പൈസ് ബോർഡോ ശ്രമിക്കുന്നില്ല എന്നും ആരോപണമുണ്ട്. അടിയന്തരമായി ഏലം കർഷകർക്ക് കൈത്താങ്ങാവാൻ അധികൃതർ ശ്രമിക്കുന്നില്ലെങ്കിൽ ഇടുക്കിയുടെ ഏലപ്പെരുമ വരും തലമുറയ്ക്ക് പഴങ്കഥയായി മാറുന്ന കാലം വിദൂരമല്ല. ജനം, ഇടുക്കി.